കഴിഞ്ഞ റമദാനിൽ ചില ആളുകൾക്കെങ്കിലും നോമ്പുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകൾക്കും നോമ്പ് നഷ്ടപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ റമദാനിൽ രോഗികളായി ജീവിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ യാത്ര പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നോമ്പ് നഷ്ടപ്പെടും. അതുപോലെ തന്നെ സ്ത്രീകളെ മാത്രമായി നമുക്കറിയാം, റമദാനിൽ ആർത്തവമോ അല്ലെങ്കിൽ പ്രസവമോ മുലയൂട്ടലോ ഗർഭമോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കാനുള്ളത് അള്ളാഹു നൽകിയതാണ്. അപ്പൊ ഇത്തരം നഷ്ടപ്പെട്ട നോമ്പുകൾ നമ്മൾ നോറ്റ് വിട്ടേണ്ടത്, അതിന് നമ്മളൊരു ജാഗ്രത കാണിക്കണം. അതേ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, കഴിഞ്ഞ റമദാനിൽ നമുക്ക് നഷ്ടപ്പെട്ട നോമ്പ് അതിന്റെ റമദാൻ കഴിഞ്ഞ ഉടനെ തന്നെ നോറ്റ് വീട്ടലാണ് ഏറ്റവും നല്ലത്. അതിന് ആ കാരണങ്ങൾ ആ ഉതിർ നീങ്ങിക്കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ അങ്ങനെ നോറ്റ് വീട്ടാൻ പറ്റാവുന്ന ആളുകൾ നോറ്റ് വീട്ടിൽ തന്നെയാണ്. വൈകിക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് ഒരു അഭിപ്രായം. മറ്റൊന്ന്, ഹദീസുകളിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, ശഅബാൻ മാസം വരെ വേണമെങ്കിൽ നമുക്കത് നീട്ടിവെക്കുന്നതിന് കുഴപ്പമില്ല. ഇപ്പൊ ശഅബാൻ മാസം ഇപ്പൊ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ഉണ്ടാവും, ഞാൻ പറഞ്ഞല്ലോ, രോഗമോ മറ്റെന്തെങ്കിലും കാരണങ്ങളായി. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ആയിഷ ബീവിയുടെ ഒരു ഹദീസുണ്ട്. ആയിഷ ബീവി പറയാം, എനിക്ക് റമദാൻ മാസത്തിലെ കുറച്ച് നോമ്പുകൾ ഉണ്ടായിരുന്നു. ശഅബാൻ മാസത്തിലല്ലാതെ എനിക്കത് നോറ്റ് കൂട്ടാൻ സാധിക്കുമായിരുന്നില്ല.